ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. സംസ്ഥാനത്ത് പകർച്ചപ്പനി പിടിമുറുക്കുന്നതിനിടെ ആശങ്കയായി കോളറ ഭീതിയും. രോഗം സ്ഥിരീകരിച്ച തിരുവനന്തപുരത്ത് ആരോഗ്യ വകുപ്പ് അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു. നെയ്യാറ്റിൻകരയിലെ കാരുണ്യ ഹോസ്റ്റലിലെ അന്തേവാസിയായ 10 വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. ഈ ഹോസ്റ്റലിൽ 12 പേർ സമാന ലക്ഷണങ്ങളോടെ ചികിത്സയിലാണ്. രോഗബാധയുടെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഭക്ഷ്യവസ്തുക്കളും കുടിവെള്ളവും സൂക്ഷ്മതയോടെ ഉപയോഗിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. നെയ്യാറ്റിൻകര കാരുണ്യ ഭിന്നശേഷി ഹോസ്റ്റലിൽ അന്തേവാസി അനു വയറിളക്കം ബാധിച്ച് മരിച്ചിരുന്നു. തുടർന്നാണ് ഇതേ ഹോസ്റ്റലിലുള്ള 12 പേർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത്. രോഗം സ്ഥിരീകരിച്ച 10 വയസ്സുകാരൻ അപകടനില തരണം ചെയ്തു. മറ്റുള്ളവരുടെ പരിശോധനാ ഫലം ലഭിക്കാനുണ്ട്. മരിച്ച അനുവിന്റെ ശ്രമം പരിശോധിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കോളറ സംശയത്തെ തുടർന്ന് അനുവിന്റെ തൊളിക്കോട്ട വീട്ടിലും പരിസരത്തും ആരോഗ്യ പ്രവർത്തകർ ശുചീകരണം നടത്തി. ഹോസ്റ്റലിൽ എങ്ങനെയാണ് രോഗം വന്നതെന്നറിയില്ലെന്നും തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് അന്തേവാസികൾക്ക് നൽകുന്നതെന്നുമാണ് ജീവനക്കാരുടെ വിശദീകരണം. ഉറവിടം കണ്ടെത്താൻ ആരോഗ്യവകുപ്പ് ശ്രമം തുടരുകയാണ്. 12 കേസുകളാണ് ആകെ വയറിളക്കമായിട്ട് ഇപ്പോൾ ഈ സമയം വരെ ഉള്ളത്. അതിൽ ഒരു കേസാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. മറ്റ് കേസുകൾ പരിശോധനയിലാണ്. മെഡിക്കൽ കോളേജിലാണ് എല്ലാവരും അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. മറ്റ് ഹോസ്പിറ്റലുകളിൽ പേഷ്യൻ്റ് ചെല്ലുന്നുണ്ട്. അവരെ മെഡിക്കൽ കോളേജിലോട്ട് വിടാനും അതല്ല ഐരാണിമുട്ടത്ത് ഐസൊലേഷൻ വാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങോട്ട് അഡ്മിറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അതേസമയം എറണാകുളത്ത് ആശങ്കയായി ഡെങ്കിപ്പനി കേസുകൾ കൂടുന്നു. സംസ്ഥാനത്തെ ഡെങ്കി ബാധിതരിൽ 54% എറണാകുളത്താണ്. ശനിയാഴ്ച മാത്രം സ്ഥിരീകരിച്ചത് 86 പേർക്ക്. കളമശ്ശേരി നഗരസഭ പരിധിയിലാണ് കൂടുതൽ. ജില്ലയിലെ 22 മേഖലകളിൽ ഡെങ്കിപ്പനി വ്യാപനമുണ്ട്. ജില്ലയിൽ 2 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് പനി പടരുകയാണ്. 4 പനിമരണം കൂടിയാണ് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇന്നലെ 13,511 പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടിയത്. 99 പേർക്ക് ഡെങ്കിപ്പനിയും 7 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. തലസ്ഥാനത്ത് പകർച്ചവ്യാധി നിയന്ത്രണത്തിന് DMOയുടെ നേതൃത്വത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ നിയോഗിച്ചു. അതേസമയം പനിമരണത്തിൽ 1 വെസ്റ്റ് നൈൽ പനി ബാധിച്ചാണെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. സംഘടന വിട്ടതിന് പിന്നാലെ വിദ്യാർത്ഥിയെ SFI നേതാവ് ഭീഷണിപ്പെടുത്തിയതായി പരാതി. കൊല്ലം പുനലൂർ SN കോളേജ് വിദ്യാർത്ഥി വിഷ്ണു മനോഹരനെയാണ് ഭീഷണിപ്പെടുത്തിയത്. വീട്ടുകാരുടെ മുന്നിലിട്ട് മർദ്ദിക്കുമെന്നാണ് SFI കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം ആരോമൽ തെന്മലയുടെ ഭീഷണി. SFIയിൽ നിന്ന് രാജിവെച്ചതിന് പിന്നാലെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. സംഘടന വിട്ട വിഷ്ണു മനോഹരനെ വീട്ടുകാരുടെ മുന്നിലിട്ട് അടിക്കുമെന്നാണ് SFI കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം ആരോമൽ തെന്മലയുടെ ഭീഷണി. സ്നേഹങ്ങളോട് പറയാം, SFIക്കാരെതിരെ ക്യാമ്പസിനകത്തോ നിന്റെ ക്ലാസ്സിനകത്തോ നീ SFIക്കാരെ എന്തെങ്കിലും രീതിയിൽ വർത്താനം പറഞ്ഞാൽ നിന്റെ ചെവിക്കല് നീ പുഴയൂര് KSRTC സ്റ്റാൻഡ് തുടങ്ങി നിന്റെ വീട് കഴിഞ്ഞിട്ടുള്ള നിന്റെ വീട്ടിൽ അതിനെ അടിക്കും. വീട്ടിൽ കയറി അടിച്ചിട്ട് പുനലൂർ SN കോളേജിൽ സാംസ്കാരിക സംഘടനയിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിന് പിന്നാലെയാണ് വിഷ്ണു മനോഹരൻ സംഘടനയിൽ നിന്ന് രാജിവെച്ചത്. SFI അംഗത്വം ഉപേക്ഷിച്ച വിഷ്ണു ഇന്നലെ ASF അംഗത്വം സ്വീകരിച്ചിരുന്നു. അതേസമയം വിഷയത്തെക്കുറിച്ച് അറിയില്ലെന്നും ആരോപണം പരിശോധിക്കുമെന്നുമാണ് SFI ജില്ലാ കമ്മിറ്റിയുടെ വിശദീകരണം. 24 കൊട്ടാരക്കര. കലോത്സവത്തിനിടെ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ ക്യുസാറ്റ് സിൻഡിക്കേറ്റ് അംഗം PK ബേബിക്കെതിരെ ആഭ്യന്തര പരാതി പരിഹാര സമിതി അന്വേഷണം തുടങ്ങി. സമ്മർദ്ദം ചെലുത്തി പരാതി ഇല്ലാതാക്കാൻ ശ്രമം നടന്നുവെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. PK ബേബിയെ സിൻഡിക്കേറ്റിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണറെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഒരു വിഭാഗം ജീവനക്കാർ. കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ ക്ഷേമം ഉറപ്പാക്കേണ്ട സമിതിയുടെ ഡയറക്ടറാണ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന പരാതിയിൽ പ്രതിയായിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ചിലാണ് PK ബേബിക്കെതിരെ പരാതി ഉയരുന്നത്. കുസാറ്റിൽ വെച്ച് നടന്ന കലോത്സവത്തിനിടെ ഗ്രീൻ റൂമിൽ വെച്ച് വിദ്യാർത്ഥിനിയെ അപമാനിച്ചുവെന്നായിരുന്നു പരാതി. എന്നാൽ ഔദ്യോഗികമായി പരാതി നൽകാതെ സംഭവം ഒതുക്കി തീർക്കാൻ ശ്രമം നടന്നിരുന്നു. പാർട്ടി തലത്തിൽ PK ബേബിക്കെതിരെ നടപടികളൊന്നും ഉണ്ടാകാതിരുന്നതോടെയാണ് ഇടതുപക്ഷ അനുകൂല സംഘടനയിൽപ്പെട്ട വിദ്യാർത്ഥിനി രേഖാമൂലം പരാതി നൽകിയത്. നിലവിൽ PK ബേബിക്കെതിരെ കളമശ്ശേരി പോലീസും FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആഭ്യന്തര പരാതി പരിഹാര സമിതി PK ബേബിക്കെതിരെ അന്വേഷണം ആരംഭിച്ചു. എന്നാൽ ആരോപണ വിധേയൻ സിൻഡിക്കേറ്റ് മെമ്പറും സ്റ്റുഡന്റ് വെൽഫെയർ കമ്മിറ്റി ഡയറക്ടറുമായി തുടർന്നാൽ പരാതിയിൽ അന്വേഷണം അട്ടിമറിക്കപ്പെടുമെന്ന ആശങ്കയും ശക്തമാണ്. തുടർ നടപടികൾ എന്നുള്ള രീതിയിൽ ഗവർണർക്ക് ഞങ്ങൾ പരാതി കൊടുക്കുകയും ഗവർണറോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തെ തീർച്ചയായിട്ടും സിൻഡിക്കേറ്റിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും അതുപോലെ തന്നെ യൂത്ത് വെൽഫെയർ ഡയറക്ടർഷിപ്പിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും മാറ്റി നിർത്തിക്കൊണ്ട് ഒരു അന്വേഷണം നടത്തി മാതൃകാപരമായിട്ടുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ ഗവർണറോട് ആവശ്യപ്പെടാനുള്ളത്.
കുസാറ്റ് വൈസ് ചാൻസലർ അടക്കം ഈ കേസിൽ മൗനം പാലിക്കുകയാണെന്ന ആരോപണവും ഉയരുന്നുണ്ട്. PK ബേബിക്കെതിരെ നടപടി ഉണ്ടായില്ല എങ്കിൽ ഗവർണറെ നേരിൽ കണ്ട് പരാതി നൽകാനാണ് ഒരു വിഭാഗം ജീവനക്കാരുടെ തീരുമാനം. 24 കൊച്ചി. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ആകാശ് തില്ലങ്കേരിയുടെ വിവാദ യാത്രയിൽ 9 കുറ്റങ്ങൾ ചുമത്തി മോട്ടോർ വാഹന വകുപ്പ്. ജീപ്പിന്റെ ഉടമയ്ക്ക് 45,500 രൂപ പിഴ ചുമത്തി. RC സസ്പെൻഡ് ചെയ്യും. വാഹനമോടിച്ച തില്ലങ്കേരിക്കെതിരെ നിയമലംഘനങ്ങൾ കണ്ടെത്താനായിട്ടില്ല. വിവാദ യാത്രയിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. ആകാശ് തില്ലങ്കേരിയുടെ നിയമലംഘന യാത്ര നടന്നത് വയനാട്ടിലെ പനമരത്ത്. കഴിഞ്ഞ 7-ാം തീയതിയാണ് വാഹനം ഇതുവഴി കടന്നുപോയതെന്ന് ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചതുവഴി വ്യക്തമായി. വാഹനം രൂപമാറ്റം വരുത്തി, നമ്പർ പ്ലേറ്റ് ഇല്ലായിരുന്നു തുടങ്ങി നിരവധി നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. മലപ്പുറം മൊറയൂർ സ്വദേശി സുലൈമാന്റെ ഉടമസ്ഥയിലുള്ള ജീപ്പാണിതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. നേരത്തെ 3 തവണ നിയമലംഘനത്തിന് പിടിക്കപ്പെട്ടിട്ടുണ്ട്. RC സസ്പെൻഡ് ചെയ്യാനാണ് മലപ്പുറം RTOയ്ക്ക് വയനാട് എൻഫോഴ്സ്മെന്റ് RTO നൽകിയ ശുപാർശ. അതേസമയം ആകാശ് തില്ലങ്കേരിക്കെതിരെ നടപടിയെടുക്കാവുന്ന വിധമുള്ള കണ്ടെത്തൽ RTO എൻഫോഴ്സ്മെന്റ് വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ ഉണ്ടായിട്ടില്ല. സംഭവത്തിൽ മാനന്തവാടി ജോയിന്റ് RTO ഓഫീസിലേക്ക് പരാതി നൽകാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് തടഞ്ഞതിൽ പ്രതിഷേധമുണ്ടായി. ഞങ്ങൾ ഇവിടെ പ്രശ്നമുണ്ടാക്കാൻ വന്നവരല്ല. ഞങ്ങൾക്ക് ഈ നിയമലംഘനം ജോയിന്റ് RTO ശ്രദ്ധയിൽപ്പെടുത്താനും ഉചിതമായ നടപടി, ശക്തമായ നിയമവ്യവസ്ഥയിലുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വന്നതാണ്. അനുവദിക്കണമെന്ന് പറയുന്നു, അവർ അനുവദിക്കുന്നില്ല. രൂപമാറ്റം വരുത്തുന്ന വാഹനങ്ങൾക്കെതിരെ കർശന നടപടി വേണമെന്ന് ഗതാഗത വകുപ്പ് ജോയിന്റ് കമ്മീഷണറോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. വീഡിയോകൾ പരിശോധിച്ച ശേഷം സ്വമേധയാ കേസെടുക്കുമെന്നും കോടതി വ്യക്തമാക്കി. ഇത്തരം ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് കുറ്റകരമാണെന്നും കോടതി വിലയിരുത്തി. 24 വയനാട്. ഈ വർഷവും കേരളീയം പരിപാടി നടത്താൻ സർക്കാർ. സംഘാടക സമിതി യോഗം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്നു. സ്പോൺസർഷിപ്പിലൂടെ തുക കണ്ടെത്താൻ വിവിധ വകുപ്പുകൾക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ഈ വർഷം കേരളീയം പരിപാടി നടത്താൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇതിനായി ബജറ്റിൽ 10 കോടി 10 ലക്ഷം രൂപ നീക്കിവെക്കുകയും ചെയ്തു. കേരളീയം നടത്തുന്നതിനുള്ള സംഘാടക സമിതി യോഗം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്നു. ഡിസംബറിൽ കേരളീയം നടത്താനാണ് ആലോചന. സ്പോൺസർഷിപ്പിലൂടെ ഇതിനുള്ള തുക കണ്ടെത്താനാണ് മുഖ്യമന്ത്രി വകുപ്പുകളോട് നിർദ്ദേശിച്ചത്. കേരളത്തിൻ്റെ നേട്ടങ്ങൾ സത്യസന്ധമായി അവതരിപ്പിക്കുന്ന ലക്ഷ്യത്തോടെയാണ് കേരളീയം നടത്തുന്നത്. ഡൽഹി അന്താരാഷ്ട്ര വ്യാപാരമേളയുടെ മാതൃകയിൽ വ്യവസായ വാണിജ്യ പ്രദർശനങ്ങൾ കൂടി ഇത്തവണ സംഘടിപ്പിക്കാൻ ആലോചനയുണ്ട്. കഴിഞ്ഞ തവണ കേരളീയത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ സർക്കാർ ധൂർത്ത് നടത്തുകയാണെന്നായിരുന്നു ആരോപണം. സ്പോൺസർഷിപ്പിന്റെ മറവിൽ വൻതോതിലുള്ള പിരിവാണ് നടന്നതെന്നും ആരോപണം ഉയർന്നിരുന്നു. 24 തിരുവനന്തപുരം. വിഴിഞ്ഞത്തെത്തുന്ന മദർഷിപ്പ് സാൻ ഫെർണാണ്ടോയെ വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് സ്വീകരിക്കും. തുറമുഖത്തിന്റെ ട്രയൽ റൺ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ് സോനോവാൾ മുഖ്യ അതിഥിയാകും. ലോകത്തെ ഏറ്റവും വലിയ 2ാമത്തെ ഷിപ്പിംഗ് കമ്പനിയായ മേഴ്സ്കിന്റെ കൂറ്റൻ മദർഷിപ്പ് നാളെ അർദ്ധരാത്രിയോടെ വിഴിഞ്ഞത്തിനടുത്ത് പുറംകടലിലെത്തും. വ്യാഴാഴ്ച രാവിലെയാണ് തുറമുഖത്തടുപ്പിക്കുന്നത്. സാൻ ഫെർണാണ്ടോ എന്ന കപ്പലിന് വെള്ളിയാഴ്ച വൻ സ്വീകരണം നൽകും. ഈ വരുന്ന 12-ാം തീയതി രാവിലെ 10 മണിക്ക് മദർഷിപ്പ് വിഴിഞ്ഞത്ത് സ്വീകരിക്കും. ട്രയൽ റൺ അവിടെ ചേരുന്ന സമ്മേളനത്തിൽ വെച്ച് ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ തുറമുഖ വകുപ്പ് മന്ത്രി അധ്യക്ഷത വഹിക്കും. കേന്ദ്ര ഷിപ്പിംഗ് വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ശനിയാഴ്ചയും ഞായറാഴ്ചയും 2 ഫീഡർ കപ്പലുകൾ വിഴിഞ്ഞത്തെത്തും. സാൻ ഫെർണാണ്ടോ ഇറക്കിയ ചരക്കുകൾ ഫീഡർ കപ്പലുകളിൽ കയറ്റി മറ്റു തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകും. ട്രയൽ റണ്ണിന്റെ ഭാഗമായി സെപ്റ്റംബർ വരെ നിരവധി കപ്പലുകൾ വിഴിഞ്ഞത്തെത്തുമെന്ന് തുറമുഖ മന്ത്രി വ്യക്തമാക്കി. ഡിസംബറിന് മുൻപ് തന്നെ കമ്മീഷൻ ചെയ്യാൻ കഴിഞ്ഞേക്കുമെന്നാണ് വിലയിരുത്തൽ. 24 തിരുവനന്തപുരം. പാലക്കാട് ചെർപ്പുളശ്ശേരിയിലുണ്ടായ ഒരു ദാരുണ സംഭവത്തിന്റെ വിശദാംശങ്ങളിലേക്കാണ് ഇനി വാർത്താമഴ കടക്കുന്നത്. വെള്ളിനേഴിയിൽ വാട്ടർ ടാങ്ക് പൊട്ടിവീണ് അമ്മയ്ക്കും കുഞ്ഞിനും ദാരുണാന്ത്യം. നെല്ലിപ്പറ്റക്കുന്ന് ഫാമിനകത്തെ വാട്ടർ ടാങ്കാണ് തകർന്നത്. ഭർത്താവ് എത്തിയപ്പോഴാണ് ഇരുവരും കല്ലുകൾക്കിടയിൽ കിടക്കുന്നത് കണ്ടത്. വെള്ളിനേഴിയിലെ ഫാമിൽ താമസിച്ച് ജോലി ചെയ്യുകയായിരുന്നു ബംഗാളിൽ നിന്നുള്ള കുടുംബം. ഫാമിലെ ആവശ്യങ്ങൾക്ക് വെള്ളം ഉപയോഗിച്ചിരുന്ന ടാങ്ക് പൊട്ടി സമീപത്ത് നിന്ന് ജോലി ചെയ്യുകയായിരുന്ന ശ്യാമിലിയുടെയും മകൻ 1.5 വയസ്സുള്ള സ്വാമിറാമിന്റെയും ദേഹത്ത് വീഴുകയായിരുന്നു. ഇരുവരും തൽക്ഷണം മരിച്ചു. ഇവരുടെ ഭർത്താവ് തിരിച്ചെത്തിയപ്പോഴാണ് ഇരുവരും മരിച്ചു കിടക്കുന്നതായി കണ്ടത്. അപ്പോൾ നോക്കുമ്പോഴാണ് കുട്ടി കുറച്ചിപ്പുറത്ത് തിരിച്ചു കിടക്കുന്നു, അമ്മ അതിൻ്റെ അടിയിൽ കിടക്കുന്നു. ഇവർ വേഗം ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കല്ലൊക്കെ മാറ്റി നോക്കി എല്ലാവരും കൂടി കൂടിയിട്ട്
പക്ഷേ അപ്പോഴേക്കും ജീവനുണ്ടായിരുന്നുണ്ട്. ചെർപ്പുളശ്ശേരി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. 24 പാലക്കാട്. തൃശ്ശൂരിലെ ഒരു അതിക്രൂര കൊലപാതകത്തിന്റെ വിവരങ്ങളിലേക്കാണ് ഇനി. ചെറുതുരുത്തിയിൽ ഭാര്യയെ ഭർത്താവ് അതിക്രൂരമായി കൊലപ്പെടുത്തി. തമിഴ്നാട് സ്വദേശി സെൽവിയാണ് മരിച്ചത്. ഭർത്താവ് തമിഴരശനെയും ചെറുതുരുത്തി പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് സേലം സ്വദേശികളായ തമിഴരശനും ഷെൽവിയും നാളുകളായി ചെറുതുരുത്തിയിൽ കൂലിപ്പണി ചെയ്ത് ജീവിക്കുകയാണ്. ഇന്നലെ രാവിലെ സെൽവിയെ ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപമുള്ള ബസ് സ്റ്റോപ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ക്രൂരമായ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. സെൽവിയുടെ സ്വകാര്യ ഭാഗത്ത് മരക്കമ്പ് കയറ്റിയത് മൂലമുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. മദ്യലഹരിയിലാണ് കൃത്യം ചെയ്തതെന്ന് പ്രതി ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. 24 തൃശൂർ. വയനാട് തലപ്പുഴയിലെ പൊയ്യിലിൽ വനമേഖലയിൽ മാവോയിസ്റ്റുകൾ ക്യാമ്പ് ചെയ്തിരുന്നതായി പോലീസ് കണ്ടെത്തി. തണ്ടർബോൾട്ട് നടത്തിയ തെരച്ചിലിനിടെ മാവോയിസ്റ്റുകൾ ഉപേക്ഷിച്ചെന്ന് കരുതുന്ന യൂണിഫോം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്. കുഴിബോംബുകൾ കണ്ടെത്തിയ മക്കിമലയ്ക്കടുത്താണ് ഈ പ്രദേശം. ആറളം, കൊട്ടിയൂർ, തലപ്പുഴ വനമേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു മാവോയിസ്റ്റുകൾക്കായി തണ്ടർബോൾട്ടിന്റെ തെരച്ചിൽ. ഇതിനിടയിലാണ് തലപ്പുഴ പൊയ്യിൽ മേഖലയിലെ ജനവാസ കേന്ദ്രത്തിൽ നിന്ന് 2 കിലോമീറ്റർ അകലെ വനത്തിലായി മാവോയിസ്റ്റുകൾ ഉപേക്ഷിച്ചതെന്ന് കരുതുന്ന വസ്തുക്കൾ കണ്ടെത്തിയത്. ടെന്റിനായി ഉപയോഗിച്ചിരുന്ന ടാർപോളിൻ ഷീറ്റ്, ഭക്ഷ്യവസ്തുക്കളുടെ കവറുകൾ, ടോർച്ച്, മാവോയിസ്റ്റുകൾ ധരിക്കുന്ന യൂണിഫോം എന്നിവയാണ് കണ്ടെത്തിയിട്ടുള്ളത്. കണ്ടെടുത്ത വസ്തുക്കൾ മാനന്തവാടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പരിശോധനയ്ക്കായി മാറ്റി. മേഖലയിൽ മാസങ്ങൾക്ക് മുമ്പ് മാവോയിസ്റ്റ് സാന്നിധ്യം ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നുണ്ട്. IED ബോംബ് കണ്ടെത്തുകയും നിർവീര്യമാക്കുകയും ചെയ്ത മക്കിമല ഇതിനടുത്ത പ്രദേശമാണ്. മാവോയിസ്റ്റുകൾ എത്താറുള്ള കമ്പമലയും ഇതിന് തൊട്ടടുത്താണ്. തലപ്പുഴ മാവോയിസ്റ്റ് കബനിതളത്തിന്റെ ഇടത്താവളമെന്നാണ് പോലീസിന്റെ സ്ഥിരീകരണം. പ്രദേശത്ത് പരിശോധന ശക്തമാക്കാനാണ് തീരുമാനം. 24 വയനാട്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും വന്യമൃഗശല്യം രൂക്ഷമാണ്. മൂന്നാറിൽ കാട്ടാന പടയപ്പ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങി കൃഷി നശിപ്പിച്ചു. കോഴിക്കോട് പുതുപ്പാടി ചിപ്പിലത്തോടും കാട്ടാനക്കൂട്ടം ഇറങ്ങി. തൃശൂർ അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ ആംബുലൻസിന് നേരെ പാഞ്ഞെടുത്ത് കബാലി. പാലക്കാട് അട്ടപ്പാടി വട്ടലക്കിലെ ജനവാസ മേഖലയിൽ കണ്ടെത്തിയ പുലിയെ വനത്തിൽ തുറന്നുവിടാൻ വനം വകുപ്പ് നീക്കം തുടങ്ങി. ഇന്ന് പുലർച്ചെയാണ് മൂന്നാർ അരുവിക്കാട് എസ്റ്റേറ്റിലെ ലയങ്ങളോട് ചേർന്ന് പടയപ്പ എത്തിയത്. വ്യാപകമായി കൃഷി നശിപ്പിച്ച കാട്ടാനയെ വനംവകുപ്പ് സംഘമെത്തി തുരത്തി. കോഴിക്കോട് പുതുപ്പാടി ചിപ്പിലിത്തോടിറങ്ങിയ കാട്ടാനയും വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പ്രദേശത്ത് കാട്ടാനശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. പത്തനംതിട്ട തണ്ണിത്തോട് വീട്ടിലെ കിണറ്റിൽ കേഴമാനെ കണ്ടെത്തി. മേപ്പാറ സ്വദേശി ഷേർലിയുടെ വീട്ടിലെ കിണറ്റിലാണ് കേഴമാൻ അകപ്പെട്ടത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മാനിനെ രക്ഷപ്പെടുത്തി. തൃശൂർ അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ ആംബുലൻസിന് നേരെ പാഞ്ഞെടുത്ത് കബാലി എന്ന കാട്ടാന. 1 മണിക്കൂറാണ് ആനമല റോഡിൽ കാട്ടാന പരിഭ്രാന്തി പരത്തിയത്. നിരവധി വാഹനങ്ങളും വിനോദസഞ്ചാരികളും വഴിയിൽ കുടുങ്ങി. പാലക്കാട് അട്ടപ്പാടി വട്ടലക്കിയിലെ ജനവാസ മേഖലയിൽ കണ്ടെത്തിയ പുലിയെ വനത്തിൽ തുറന്നുവിടാൻ വനംവകുപ്പ് ആലോചന. കടുവയുടെ കടിയേറ്റ നിലയിൽ കണ്ടെത്തിയ പുലിയെ ചികിത്സയ്ക്കായി ധോണിയിലേക്ക് എത്തിക്കുകയായിരുന്നു. 24 ഇടുക്കി. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. സംസ്ഥാനത്ത് 4 ദിവസത്തിനു ശേഷം നാളെ റേഷൻ കടകൾ തുറക്കും. 2 ദിവസമായി തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ റേഷൻ വ്യാപാരികൾ നടത്തി വന്നിരുന്ന രാപ്പകൽ സമരം അവസാനിപ്പിച്ചു. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുമെന്നാണ് റേഷൻ വ്യാപാരികളുടെ മുന്നറിയിപ്പ്. ഇന്നലെയും ഇന്നുമായി തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുൻപിൽ നടന്ന രാപ്പകൽ സമരം റേഷൻ വ്യാപാരികളുടെ ഐക്യത്തിന്റെ കൂടി തെളിവായി. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. 14,000-ലധികം റേഷൻ കടകളാണ് ഇന്നലെയും ഇന്നും അടച്ചിട്ടത്. സംഘടനാ വ്യത്യാസമില്ലാതെ ഭക്ഷ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമാണ് സമരത്തിൽ ഉടനീളം ഉയർന്നത്. CITU സംസ്ഥാന പ്രസിഡന്റും മുൻ മന്ത്രിയുമായ TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത സമരത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ചർച്ച ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാകണം. അതിന് അനുകൂലമായ മറുപടിയാണ് ബഹുമാനപ്പെട്ട മന്ത്രി നൽകിയത്. അപ്പോ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഉള്ളൊരു പ്രതികൂലമായ ഒരു നിലപാട് സ്വീകരിക്കരുത്, അനുകൂലമായ നിലപാട് സ്വീകരിക്കണം. ജോയിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക, കിറ്റ് കമ്മീഷൻ നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ആവശ്യങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്നും റേഷൻ വ്യാപാരികളുടെ മുന്നറിയിപ്പ്. ഗവൺമെന്റ് ചർച്ചയ്ക്ക് തയ്യാറായി റേഷൻ വ്യാപാരികളുടെ മിതവും ന്യായമായ ആവശ്യങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ സെപ്റ്റംബർ മുതൽ അനിശ്ചിതകാല സമരമായി മുന്നോട്ട് പോകും. ജൂലൈ മാസത്തെ റേഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും. 24 തിരുവനന്തപുരം.
കോൺഗ്രസിനെ ഇത്തിൽക്കണ്ണി പാർട്ടിയെന്ന് പരിഹസിച്ച് BJP ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ JP നദ്ദ. പ്രാദേശിക പാർട്ടികളുടെ വോട്ടുകൾ കൊണ്ടാണ് കോൺഗ്രസ് പലയിടത്തും ജയിക്കുന്നതെന്നും JP നദ്ദ പറഞ്ഞു. മുതിർന്ന CPM നേതാവ് G സുധാകരനെ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ BJPയിലേക്ക് പരോക്ഷമായി ക്ഷണിച്ചു. തിരുവനന്തപുരത്ത് നടന്ന BJP വിശാല നേതൃയോഗത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു JP നദ്ദ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായ മുന്നേറ്റത്തിനെ നദ്ദ BJP സംസ്ഥാന ഘടകത്തെ അഭിനന്ദിച്ചു. ആറ്റിങ്ങലിലെയും തിരുവനന്തപുരത്തെയും പരാജയത്തിന് വിജയത്തിന്റെ മധുരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ താമര വിരിയുമെന്ന് BJP ദേശീയ അധ്യക്ഷൻ. പ്രാദേശിക പാർട്ടികളുടെ വോട്ടുകൾ കൊണ്ട് ജയിക്കുന്ന ഇത്തിൽക്കണ്ണി പാർട്ടിയാണ് കോൺഗ്രസ് എന്ന പരിഹാസം. കോൺഗ്രസ് अपने वोटों पर नहीं जीती है. कांग्रेस रीजनल पार्टी के वोट से वह अपनी ताकत लेती है. हमारे हिंदी में शब्द कहते हैं परजीवी, यानी अपने से नहीं जीते हैं, दूसरे की ताकत पर जीते हैं. മുതിർന്ന CPIM നേതാവ് G സുധാകരനെ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പാർട്ടിയിലേക്ക് പരോക്ഷമായി ക്ഷണിക്കുകയും ചെയ്തു. പഞ്ചായത്ത് തലം മുതലുള്ള നേതാക്കൾ പങ്കെടുത്ത വിശാല നേതൃയോഗത്തോടെ BJPയുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗിക തുടക്കമായി. 24 തിരുവനന്തപുരം. ഇപ്പോഴൊരു പ്രധാന റിപ്പോർട്ട് തൃശ്ശൂരിൽ നിന്ന് വരുന്നുണ്ട്. ചേലക്കരയിൽ വിദ്യാർത്ഥിനിയുടെ ബാഗിൽ മലമ്പാമ്പ്. LF ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയുടെ ബാഗിനുള്ളിലാണ് പാമ്പിനെ കണ്ടെത്തിയത്. ഇന്നലെ രാവിലെ 9:15 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. നമ്മുടെ +2 പഠിക്കുന്ന കുട്ടി മാത്സ് ക്ലാസ്സിലെ കാൽക്കുലേറ്റർ എടുക്കുന്നതിന് വേണ്ടി ബാഗ് തുറന്നു. അപ്പൊ ബാഗ് തുറന്നപ്പോൾ കാൽക്കുലേറ്റർ എടുത്തെങ്കിലും അത് എന്തോ ചുരുണ്ട് കിടക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അപ്പോൾ അവൾ അടുത്ത കുട്ടികളെ കാണിച്ചു കൊടുത്തപ്പോൾ പാമ്പാണെന്ന് മനസ്സിലായി. കുട്ടിക്കും മനസ്സിലായി, കൂട്ടുകാർക്കും മനസ്സിലായി. ഉടൻ തന്നെ വേറൊരു കുട്ടികൾ പേടിച്ചു. അപ്പോൾ അടുത്തിരുന്ന കുട്ടി വേഗം ഓടി വന്ന് ആ ബാഗിന്റെ സിബ് അടച്ചു. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. സൂരജ്, ഈ സ്കൂൾ ബാഗിനുള്ളിൽ പാമ്പ് ഇരിക്കുക, അപ്പോഴത് സ്കൂളിൽ നിന്നായിരിക്കുമോ ഈ പാമ്പ് ഈ ബാഗിൽ കടങ്ങുക? ഈ പ്രദേശം അങ്ങനെ ഇത്തരം വനത്തോട് ചേർന്നുള്ള സ്ഥലമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതയുള്ള സ്ഥലമാണോ? ഈ പാമ്പിന്റെ സാന്നിധ്യം അവിടെ എങ്ങനെ ഉണ്ടായി എന്നതൊരു ചോദ്യമാണല്ലോ. വിജയകുമാർ, ഇത് സംബന്ധിച്ചുള്ള ഒരു പ്രാഥമികമായ അന്വേഷണം സ്കൂൾ അധികൃതർ തന്നെ നടത്തി എന്നുള്ളതാണ് പറയുന്നത്. ഈ കുട്ടിയുടെ വീട്ടിൽ നിന്നായിരിക്കാം ഈ മലമ്പാമ്പ് ബാഗിനുള്ളിൽ കയറിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ കുട്ടി പാമ്പുമായി സ്കൂളിലേക്ക് യാത്ര ചെയ്ത് വരേണ്ട ഒരു സാഹചര്യം, അപ്പോഴൊന്നും കുട്ടി ഇത് അറിഞ്ഞില്ല എന്ന് വേണം നമുക്ക് കരുതാൻ. അങ്ങനെ ഒരു നിഗമനമാണെങ്കിൽ അങ്ങനെ ആദ്യ പീരീഡിൽ കുട്ടി ബാഗ് തുറക്കുന്നു, ബാഗ് തുറന്ന കാൽക്കുലേറ്റർ പുറത്തെടുക്കുന്നു. ആ സമയത്താണ് കുട്ടിയുടെ കയ്യിൽ എന്തോ തട്ടിയതുപോലെ ചെറിയൊരു നനവ് അനുഭവപ്പെട്ടു. ഇതോടുകൂടിയാണ് കുട്ടി ബാഗിനകത്തേക്ക് സൂക്ഷിച്ചു നോക്കുന്നത്. അപ്പോൾ ചുരുണ്ട് കിടക്കുന്നത് പോലെ തോന്നി. അപ്പോൾ തൊട്ടടുത്തിരുന്ന സഹപാഠികളും ഈ ബാഗിനകത്തേക്ക് നോക്കിയപ്പോഴാണ് പാമ്പാണ് എന്ന് മനസ്സിലാകുന്നത്. പിന്നീട് കുട്ടികൾ വലിയ രീതിയിൽ ഭയപ്പെട്ടു. അപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു കുട്ടി ഓടി വന്ന് ഈ ബാഗ് അടയ്ക്കുകയായിരുന്നു. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ, അതായത് സ്കൂൾ അധികൃതരല്ല, അല്ലാതെ പുറത്തു നിന്ന് സ്കൂളിൽ പണിക്കെത്തിയ ആളുകളാണ് പിന്നീട് ഈ ബാഗിൽ നിന്ന് ഈ പാമ്പിനെ പുറത്തെടുത്തത്. പിന്നീട് ഈ കുട്ടിയുടെ രക്ഷിതാക്കളെ അടക്കം സ്കൂളിലേക്ക് വിളിച്ചു വരുത്തി കാര്യം ധരിപ്പിക്കുകയുണ്ടായി സ്കൂൾ അധികൃതർ. അപ്പോൾ വീട്ടുകാർ പറഞ്ഞത് ഇപ്രകാരമാണ്. അതായത് രാത്രി കാലങ്ങളിൽ ഈ ജനൽ തുറന്നിട്ടാണ് വീട്ടിന്റെ ജനൽ പലപ്പോഴും തുറന്നിടാറുണ്ട്. അങ്ങനെ ആയിരിക്കാം ഈ സ്കൂൾ ബാഗിനകത്തേക്ക് ഈ മലമ്പാമ്പ് കയറിക്കൂടിയത് എന്നൊരു നിഗമനമാണ് വീട്ടുകാർ പങ്കുവച്ചത്. എന്തായാലും ഈ വീട്ടിൽ നിന്ന് കയറിയതാണ് ഈ പാമ്പെങ്കിൽ കുട്ടി ആ ബാഗും അടച്ച് ഇതൊന്നും അറിയാതെ ഈ പാമ്പിനെയും ചുമന്ന് സ്കൂളിലെത്തി എന്ന് വേണം നമുക്ക് കരുതാൻ. എന്തായാലും വലിയൊരു ആശങ്കയിലൂടെയാണ് കടന്നുപോയതെന്നുള്ളതാണ് കുട്ടികൾ പറയുന്നത്. വല്ലാതെ ഭയപ്പെട്ടു പോയി. ഇന്ന് ഈ കുട്ടികളുമായി സംസാരിക്കാൻ നമ്മൾ ശ്രമിച്ചിരുന്നു. ആ സമയത്തും അവർക്ക് സംസാരിക്കാൻ കഴിയാവുന്ന ഒരു മാനസികാവസ്ഥ പോലും അല്ലായിരുന്നു. ആ രീതിക്ക് ഭയപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ആശ്വാസകരമായ വാർത്തയാണ്. ആ കുട്ടിക്ക് കൃത്യസമയത്ത് അത് കണ്ടതുകൊണ്ട് തന്നെ മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യത്തിലേക്കും ഒന്നും തന്നെ കാര്യങ്ങൾ പോയില്ല. വിജയകുമാർ, യെസ്, ഈ സംഭവം തൃശ്ശൂർ ചേലക്കരയിലാണ്. അവിടെയാണ് സ്കൂൾ വിദ്യാർത്ഥിനിയുടെ ബാഗിൽ മലമ്പാമ്പിനെ കണ്ടെത്തിയത്. സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയുടെ ബാഗിനുള്ളിലായിരുന്നു പാമ്പ് ഉണ്ടായിരുന്നത്. വീട്ടിൽ നിന്നാവാം ഈ പാമ്പ് ബാഗിൽ കടന്നതെന്നാണ് സ്കൂൾ അധികൃതർ പറഞ്ഞത്. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു റിപ്പോർട്ടിലേക്ക്. PSC കോഴ ആരോപണത്തിൽ ഏത് അന്വേഷണത്തിനും തയ്യാറാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ. വാങ്ങിയ കാശ് തിരികെ കൊടുത്ത് ഒത്തുതീർപ്പിന് ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് സബ്മിഷനിൽ ആരോപിച്ചു. തുടർച്ചയായ 2ാം ദിവസവും PSC കോഴ ആരോപണം നിയമസഭയിൽ പ്രതിപക്ഷമുയർത്തി. PSCയെ സംശയനിഴലിലാക്കിയെന്നും കേസെടുക്കാൻ പോലും സർക്കാർ തയ്യാറാകുന്നില്ലെന്നും VD സതീശൻ. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെയും ജില്ലയിൽ നിന്നുള്ള ചില MLAമാരുടെയും പേരുകളൊക്കെ പറഞ്ഞാണ് ഈ യുവ നേതാവ് പണം കൈപ്പറ്റിയതെന്നാണ് ആരോപണം വന്നിരിക്കുന്നത്.
ആരോപണങ്ങൾ പൂർണ്ണമായി നിഷേധിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. നിയമനങ്ങളിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും നടപടികൾ സുതാര്യമാണെന്നും മുഖ്യമന്ത്രി. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ട്. സർ, അതാണ് ആദ്യമായി കിട്ടിയ ഒരു പരാതി. അത് പരാതി ഉണ്ട് എന്ന് പറയുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു പരാതി വേണമല്ലോ എന്ന് കൃത്യമായി ധാരണയോടുകൂടി തയ്യാറാക്കിയതാണ് എന്ന് ആർക്കും മനസ്സിലായി. മുഖ്യമന്ത്രിയുടെ മറുപടി അംഗീകരിക്കാതെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. 24 തിരുവനന്തപുരം. അതേസമയം കോഴിക്കോട്ടെ PSC കോഴ ആരോപണത്തിൽ ജില്ലാ നേതൃത്വത്തോട് വിശദീകരണം തേടി CPIM. മന്ത്രി തന്നെ പരാതി നൽകിയിട്ടും ജില്ലാ നേതൃത്വം ഗൗരവമായി എടുത്തിട്ടില്ല എന്ന വിലയിരുത്തലിലാണ് ഈ നീക്കം. കോഴ ആരോപണത്തെക്കുറിച്ച് അറിയില്ല എന്നായിരുന്നു ജില്ലാ സെക്രട്ടറി P. മോഹനന്റെ പ്രതികരണം. ആരോപണ വിധേയനായ പ്രമോദ് കോട്ടുളിയോട് പാർട്ടി വിശദീകരണം തേടി. മാധ്യമങ്ങളും അതുപോലെ CPM-ന്റെയും ഗവൺമെന്റിന്റെയും രാഷ്ട്രീയ എതിരാളികളും കൂടി എന്തോ ഒരു PSC അംഗത്തിന്റെ നിയമനം നടത്താൻ പോകുന്നു എന്നൊക്കെ കേൾക്കുന്നു. അത്തരം ഒരു കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരറിവില്ല, എനിക്കൊരറിവില്ല, പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് ഒരറിവില്ല. PSC കോഴ ആരോപണത്തിൽ പാർട്ടിക്ക് ഒന്നും അറിയില്ലെന്ന് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ പറയുമ്പോഴും സംസ്ഥാന നേതൃത്വം വിഷയത്തെ ഗൗരവമായി കാണുന്നു. മന്ത്രി PA മുഹമ്മദ് റിയാസിനെ കരിവാരിത്തേക്കാൻ മാധ്യമങ്ങൾ നടത്തുന്ന കോലാഹലങ്ങളാണെന്ന് P. മോഹനൻ പറഞ്ഞതിന് പിന്നാലെയാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടൽ. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ മന്ത്രി തന്നെ പരാതി നൽകിയിട്ടും വിഷയത്തിൽ ഗൗരവം കാട്ടിയില്ല. ആരോപണം ജില്ലാ ഘടകം മുഖവിലക്കെടുക്കാത്തതും വിശദീകരണം തേടുന്നതിന് കാരണമായി. ആരോപണ വിധേയനായ പ്രമോദ് കോട്ടുളി കോഴ ആരോപണം പൂർണ്ണമായും തള്ളി. താൻ പണം വാങ്ങിയിട്ടില്ല, അത്തരമൊരു ചരിത്രം തനിക്കില്ലെന്നുമായിരുന്നു പ്രതികരണം. എന്താ വെച്ചാൽ ഞാൻ ഈ നഗരത്തിലൊരു 10-30 കൊല്ലമായിട്ട് സാമൂഹ്യ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. അങ്ങനെ ഒരാളോടൊരു അനാവശ്യമായിട്ടൊരു പണമോ മറ്റെന്തെങ്കിലും വാങ്ങി ചരിത്രം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പാർട്ടി വിശദീകരണം തേടിയിട്ടില്ലെന്നും പ്രമോദ് പറഞ്ഞു. 24 കോഴിക്കോട്. ഇനി നമ്മൾ പോകുന്നത് ചില പ്രധാനപ്പെട്ട ദേശീയ റിപ്പോർട്ടുകളിലേക്കാണ്. കത്വ ഭീകരാക്രമണത്തിൽ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പ്രതിരോധ മന്ത്രാലയം. പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറിയ ഭീകരരാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സൂചന. മേഖലയിൽ ഭീകരർക്കായി തെരച്ചിൽ തുടരുകയാണ്. വീരമൃത്യു വരിച്ച 5 സൈനികരുടെ മൃതദേഹങ്ങൾ ജന്മനാടായ ഉത്തരാഖണ്ഡിലെത്തിച്ചു. കത്വയിലെ ബദ്നോട്ട ഗ്രാമത്തിൽ 5 സൈനികർ വീരമൃത്യു വരിക്കാൻ ഇടയാക്കിയ ഭീകരാക്രമണത്തിനായി ഉപയോഗിച്ചത് അമേരിക്കൻ നിർമ്മിത അത്യാധുനിക ആയുധങ്ങളാണെന്നാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയത്. അടുത്തിടെ പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞുകയറിയ ഭീകരരാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് നിഗമനം. ഈ പശ്ചാത്തലത്തിലാണ് ദേശീയ അന്വേഷണ ഏജൻസി ഫോറൻസിക് സംഘത്തോടൊപ്പം പ്രദേശത്ത് പരിശോധന നടത്തിയത്. ഇന്നലെ വൈകിട്ട് 3:30യോടെയാണ് സുരക്ഷാസേന സഞ്ചരിച്ച വാഹനവ്യൂഹത്തിന് നേരെ ഭീകരാക്രമണം ഉണ്ടായത്. ഗ്രനേഡ് എറിഞ്ഞ ശേഷം വാഹനത്തിന് നേരെ ഇരുവശങ്ങളിൽ നിന്നും വെടിവെച്ചു. സൈന്യം തിരിച്ചടിച്ചതോടെ സമീപത്തെ വനമേഖലയിൽ ഒളിച്ച ഭീകരർക്കായി തെരച്ചിൽ തുടരുകയാണ്. ഭീകരർക്ക് പ്രാദേശികമായ സഹായം ലഭിച്ചിട്ടുണ്ടെന്നാണ് ജമ്മുകശ്മീർ പോലീസിന്റെ നിഗമനം. സംഭവത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തിയ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ സൈന്യം പ്രതിജ്ഞാബദ്ധമാണെന്ന് അറിയിച്ചു. കത്വ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ മൃതദേഹങ്ങൾ ജന്മനാടായ ഉത്തരാഖണ്ഡിൽ എത്തിച്ചു. ഡെറാഡൂണിലെ ജോളി ഗ്രാൻഡ് വിമാനത്താവളത്തിൽ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി, മുൻ മുഖ്യമന്ത്രി ത്രിവേന്ദ്ര സിംഗ് റാവത്ത് അടക്കമുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. പഠാൻകോട്ട് സൈനികാശുപത്രിയിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ള 5 സൈനികർ അപകടനില തരണം ചെയ്തതായി സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. 24 ഡൽഹി. ഉത്തർപ്രദേശിലെ ഹാത്രസ് ദുരന്തത്തിൽ തഹസീൽദാർ ഉൾപ്പെടെ 6 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്ന് കണ്ടെത്തി. തിക്കും തിരക്കുമാണ് അപകടത്തിന് കാരണമെന്നാണ് റിപ്പോർട്ടിൽ പരാമർശം. സിക്കന്ദ്ര റാവു തഹസിലിലെ SDM രവീന്ദ്രകുമാർ, തഹസിൽദാർ സുശീൽ കുമാർ, CO ഡോക്ടർ ആനന്ദകുമാർ, SHO ആശിഷ് കുമാർ, പോര ഔട്ട്പോസ്റ്റ് ഇൻചാർജ് ബ്രിജേഷ് പാണ്ഡെ, കച്ചൌര ഔട്ട്പോസ്റ്റ് ഇൻചാർജ് മൻവീർ സിംഗ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഹാത്രാസ് ദുരന്തത്തിൽ പ്രത്യേക അന്വേഷണ സംഘം നൽകിയ 300 പേജുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. 80,000 പേർക്ക് മാത്രം പങ്കെടുക്കാൻ അനുമതിയുണ്ടായിരുന്ന പരിപാടിക്ക് 2 ലക്ഷത്തിലധികം പേരാണ് എത്തിയത്. ആവശ്യമായ ക്രമീകരണവും സുരക്ഷാ സംവിധാനവും ഒരുക്കുന്നതിൽ സംഘാടകർക്ക് വീഴ്ച പറ്റി. തിക്കും തിരക്കുമുണ്ടായതാണ് അപകട കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജില്ലാ മജിസ്ട്രേറ്റ്, കളക്ടർ, SP ഉൾപ്പെടെ 119 പേരുടെ മൊഴി അടങ്ങിയതാണ് റിപ്പോർട്ട്. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളുടെ മൊഴിയും റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിയോഗിച്ച അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രത്യേക അന്വേഷണം. അപകടത്തിന് പിന്നാലെ ഒളിവിൽ പോയ ആൾദൈവം ഭോലെ ബാബയുടെ മൊഴി രേഖപ്പെടുത്താൻ പോലും അന്വേഷണ സംഘത്തിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. 24 ഡൽഹി. ഉത്തരേന്ത്യയിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും മഴക്കെടുതി അതിരൂക്ഷമാണ്. ഉത്തരാഖണ്ഡിൽ പ്രളയ സമാന സാഹചര്യമാണ്. അസമിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 72. മുംബൈയിൽ മഴയുടെ ശക്തി കുറഞ്ഞു. പ്രളയക്കെടുതി കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. മൺസൂൺ കാലത്ത് വൻ ദുരന്തങ്ങൾ സംഭവിക്കാറുള്ള ഉത്തരാഖണ്ഡിൽ നിന്ന് പുറത്തുവരുന്ന ദൃശ്യങ്ങൾ ആശങ്കാജനകം. അസമിൽ 18 ലക്ഷത്തിലധികം ജനങ്ങളാണ് പ്രളയക്കെടുതിയിൽ ദുരിതത്തിലായത്. ബ്രഹ്മപുത്ര ഉൾപ്പെടെ 9 നദികൾ കരകവിഞ്ഞൊഴുകുന്നു. $245 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 48,000-ത്തിലധികം പേർ അസമിൽ അഭയം തേടി. കാസിരംഗ നാഷണൽ പാർക്കിലെ 137 മൃഗങ്ങൾ വെള്ളപ്പൊക്കത്തിൽ ചത്തു. അസമിലുടനീളം 49,000-ത്തിലധികം ഹെക്ടർ കൃഷിയിടം നശിച്ചു. റെയിൽ വ്യോമ ഗതാഗതം സാധാരണ നിലയിലേക്കായി. എന്നാൽ പലയിടത്തും വെള്ളക്കെട്ട് ഇപ്പോഴുമുണ്ട്. മുംബൈക്ക് പുറമെ മഹാരാഷ്ട്രയിലെ റായ്ഗഡ്, സിന്ധുദുർഗ്, രത്നഗിരി എന്നീ ജില്ലകളിലും ഇന്ന് റെഡ് അലർട്ടാണ്. ഈ ജില്ലകളിൽ വിദ്യാലയങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കർണാടകയിലെ ദക്ഷിണ കന്നഡയിൽ റെഡ് അലർട്ടുണ്ട്. ബംഗളൂരു അടക്കം നഗരങ്ങളിൽ ശക്തമായ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുകയാണ്. ഇപ്പോഴത്തെ ഗുരുതര സാഹചര്യം പെട്ടെന്ന് മാറാനിടയില്ലെന്നാണ് കാലാവസ്ഥാ പ്രവചനങ്ങൾ നൽകുന്ന സൂചന. അതുകൊണ്ട് അതീവ ജാഗ്രത തുടരുകയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ. വിവിധ ബ്യൂറോകൾക്കൊപ്പം മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. റഷ്യ യുക്രൈൻ യുദ്ധം പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചർച്ചകളിലൂടെ മാത്രമേ സമാധാനത്തിലേക്കുള്ള വഴി തെളിയൂ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. റഷ്യൻ സൈന്യത്തിലേക്ക് അനധികൃതമായി റിക്രൂട്ട് ചെയ്യപ്പെട്ട ഇന്ത്യക്കാരെ വിട്ടയക്കുമെന്ന പുടിന്റെ ഉറപ്പ് ഇന്ത്യക്ക് നയതന്ത്ര നേട്ടമായി. റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വ്ളാദിമിർ പുടിൻ സമ്മാനിച്ചു. ഇന്ത്യയുമായി ദീർഘകാല എണ്ണക്കരാറിനുള്ള സാധ്യത പരിശോധിച്ചു വരികയാണെന്ന് റഷ്യൻ ഉപപ്രധാനമന്ത്രി അലക്സാണ്ടർ നോവക് പറഞ്ഞു. ഇരുപത്തിരണ്ടാമത് റഷ്യ ഇന്ത്യ ഉച്ചകോടിയിൽ തിളങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തുറന്ന ചർച്ചകളിലൂടെ മാത്രമേ യുക്രൈൻ പ്രശ്നത്തിന് സമാധാനപരമായ പരിഹാരം കാണാനാകുകയുള്ളൂവെന്ന് ഉഭയകക്ഷി ചർച്ചകളിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനോട് നരേന്ദ്രമോദി. റഷ്യ ഇന്ത്യയുടെ യഥാർത്ഥ സുഹൃത്താണ്. വരും വർഷങ്ങളിൽ ബന്ധം ഇനിയും ദൃഢമാകുമെന്നും മോദി പറഞ്ഞു. आज के वैश्विक वातावरण के परिप्रेक्ष्य में भारत और रूस की पार्टनरशिप और भी अहम हो जाती है. हम दोनों विश्वास रखते हैं कि वैश्विक स्थिरता और शांति के लिए निरंतर प्रयास करते रहना चाहिए. നയതന്ത്ര തലത്തിലും മോദിയുടെ സന്ദർശനം ഗുണം ചെയ്തു. റഷ്യൻ സൈന്യത്തോടൊപ്പമുള്ള ഇന്ത്യക്കാരെ വിട്ടയക്കുമെന്ന് പുടിൻ പ്രധാനമന്ത്രി മോദിക്ക് ഉറപ്പു നൽകി. ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത മോദി റഷ്യയിലെ കസാനിൽ 2 പുതിയ ഇന്ത്യൻ കോൺസുലേറ്റുകൾ ആരംഭിക്കുമെന്ന് വ്യക്തമാക്കി. റഷ്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ദി സെയിന്റ് ആൻഡ്രൂ ദി അപ്പോസൽ മോദിക്ക് സമ്മാനിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം പ്രോത്സാഹിപ്പിക്കുന്നതിലെ സേവനങ്ങൾ പരിഗണിച്ചാണ് ബഹുമതി. 2019 പുരസ്കാരം പ്രഖ്യാപിച്ചത്. ये सम्मान केवल मेरा सम्मान नहीं है, यह 140 करोड़ भारतवासियों का सम्मान है. ഇന്ത്യയുമായി ദീർഘകാല എണ്ണക്കരാറിനുള്ള സാധ്യത പരിശോധിച്ചു വരികയാണെന്ന് റഷ്യൻ ഉപപ്രധാനമന്ത്രി അലക്സാണ്ടർ നോവക് വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, 24. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഗംഭീരമാക്കാൻ പുതിയ കോച്ച്. ഗൗതം ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പരിശീലകൻ. രാഹുൽ ദ്രാവിഡിന്റെ പിൻഗാമിയായാണ് ഗംഭീറിന്റെ നിയമനം. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് വിവരങ്ങൾ നൽകും. അനിൽ, അപ്രതീക്ഷിതമായൊന്നും സംഭവിച്ചില്ല. നമ്മൾ കരുതിയതുപോലെ തന്നെ
ഗംഭീറിന് നറുക്ക് വീഴുന്നു, ഗംഭീറിന് ചുമതല കൈമാറുന്നു, തീരുമാനം ജയ്ഷ പ്രഖ്യാപിക്കുന്നു. എന്തായിരിക്കും ഗൗതം ഗംഭീറിന്റെ മുന്നിലുള്ള വെല്ലുവിളി? ഒരു 2020 ലോക കിരീടം നേടിയതിൻ്റെ അഭിമാനത്തിൽ നിൽക്കുമ്പോൾ അതേ നിലയിൽ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതായിരിക്കും അദ്ദേഹത്തിന് ഏറ്റവും വലിയ ഉത്തരവാദിത്വം, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഗൗതം ഗംഭീർ എന്ന ഒറ്റ പേര് മാത്രമാണ് BCCIക്ക് മുന്നിലാണ് ഉണ്ടായിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. നേരത്തെ WB രാമൻ അടക്കമുള്ളവരുടെ അപേക്ഷിച്ചിരുന്നു എന്നെങ്കിൽ പോലും ഗൗതം ഗംഭീറിന് ആ പേരിലേക്ക് എത്താൻ അധികം താമസം വേണ്ട എന്നുള്ളത് മാത്രമായിരുന്നു, അല്ലെങ്കിൽ ആ പ്രഖ്യാപനത്തിലേക്ക് അധികം താമസമില്ല എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും കരുതിയത്. ആ കരുതിയത് തന്നെ സംഭവിക്കുകയും ചെയ്തു. ഗൗതം ഗംഭീർ പോലും അങ്ങനെ ഒരു നിബന്ധന അപ്ലൈ ചെയ്യണമെങ്കിൽ താൻ മാത്രമേ തന്നെ കോച്ചാക്കണമെന്നൊരു നിബന്ധന പോലും വെച്ചിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ രാഹുൽ ദ്രാവിഡിൻ്റെ പിൻഗാമിയായി ഗൗതം ഗംഭീർ വരികയാണ്. സൗമ്യതയുടെ മുഖമായിട്ടാണ് രാഹുൽ ദ്രാവിഡിനെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. അതേസമയം കർക്കശക്കാരനായ വഴക്കാളിയായ അങ്ങനെയൊക്കെ ഒരു ലേബറുള്ള ഒരു താരമാണ് ഗൗതം ഗംഭീർ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ടീം സ്പിരിറ്റിന് എല്ലാ കാലത്തും കൈയടിച്ചേ മതിയാവൂ. കാരണം ഇന്ത്യയുടെ 2 ലോകകപ്പ് വിജയങ്ങളിൽ ഇന്ത്യ കടപ്പെട്ടിരിക്കുന്നത് ഗൗതം ഗംഭീറിനോടാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പേര് ഒരു കാലത്തും ആരും പരാമർശിക്കാറില്ല. അതിൽ അദ്ദേഹം തന്നെ സങ്കടം രേഖപ്പെടുത്താറുണ്ട്, അല്ലെങ്കിൽ അതിലെ അതൃപ്തി അദ്ദേഹം നിരന്തരം തുറന്നു പറയാറുണ്ട്. 2007 ലോകകപ്പിലും 2011 ഏകദിന ലോകകപ്പിലും ഇന്ത്യ കിരീടം നേടുമ്പോൾ ടീമിൻ്റെ ടോപ്പ് സ്കോറർ, ഫൈനലിലെ ടോപ്പ് സ്കോറർ ഗൗതം ഗംഭീർ ആയിരുന്നു. പക്ഷേ ആ അർഹിച്ച അംഗീകാരം അദ്ദേഹത്തിന് കിട്ടുമായിരുന്നില്ല. അദ്ദേഹം അതിൻ്റെ ആ ഒരു കലിപ്പൊക്കെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സങ്കടമൊക്കെ തന്നെ തീർക്കുക ഒരുപക്ഷെ IPL-ലായിരുന്നു. IPL-ൽ 2 തവണ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ക്യാപ്റ്റനായി കിരീടം നേടിക്കൊടുത്തു. ഏറ്റവും ഒടുവിൽ മെൻഡർ റോളിലും ആ ടീമിന് കിരീടം നേടിക്കൊടുക്കാൻ സാധിച്ചു. എന്തായാലും ഗൗതം ഗംഭീർ യുഗം ഇന്ത്യൻ ക്രിക്കറ്റിൽ തുടങ്ങുകയാണ്. ഇന്ത്യയുടെ മികച്ച നായകനാണ് ഗൗതം ഗംഭീർ. കാരണം 6 മത്സരങ്ങളിൽ നയിച്ചപ്പോൾ 6ലും ജയം കൊടുത്ത് 100% വിജയ ശതമാനമുള്ള ഒരു ക്യാപ്റ്റനാണ്. അങ്ങനെ കോച്ചായി വരുമ്പോഴും ആ വലിയ പ്രകടനം ആവർത്തിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിജയകുമാർ ചോദിച്ചതുപോലെ തന്നെ 2020 ലോകകപ്പ് നേടിയതിൻ്റെ നിറവിലാണ് ടീം ഇന്ത്യ. ഇനി അടുത്ത വെല്ലുവിളി എന്ന് പറയുന്നത് ചാമ്പ്യൻസ് ട്രോഫിയാണ്. അതിന് പിന്നാലെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് വരുന്നു. ഇന്ത്യ ഏറെക്കുറെ ഫൈനലിലേക്ക് കടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കുന്നു. ഇത് രണ്ടായിരിക്കും ഗൗതം ഗംഭീറിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളികൾ. അത് ഗൗതം ഗംഭീറിൻ്റെ ആ ടീം സ്പിരിറ്റിന് മുന്നിൽ, ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഒട്ടും വിട്ടുകൊടുക്കാനുള്ള മനോഭാവത്തിന് മുന്നിൽ നമുക്ക് കീഴടക്കാമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വിജയകുമാർ. യെസ്, ചാമ്പ്യൻസ് ട്രോഫിക്ക് വേണ്ടി ടീമിനെ സജ്ജമാക്കുക എന്നതായിരിക്കും അദ്ദേഹത്തിൻ്റെ ഗംഭീറിൻ്റെ ആദ്യത്തെ ഉത്തരവാദിത്വം, ആദ്യത്തെ ചുമതല എന്ന് കരുതാം. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത്. ഇനി കാൽപന്തോളം. യൂറോ കപ്പ് സെമി പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. രാത്രി 12:30 നടക്കുന്ന 1-ാം സെമിയിൽ സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. 4 തവണ ചാമ്പ്യന്മാരായ സ്പെയിൻ, 2 തവണ കിരീടം നേടിയ ഫ്രാൻസ്. ഒരു വശത്ത് ലാമിൻ യമാൽ, നിക്കോ വില്യംസ്, അൽവാരോ മൊറാട്ട, റോഡ്രി. മറുവശത്ത് കിലിയൻ എംബാപ്പെ, ആന്റോയിൻ ഗ്രീസ്മാൻ, എൻകോളോ കാന്റേ, കാമവിംഗ. ജർമ്മനിയിലെ അലയൻസ് അരീന മൈതാനത്തെ പച്ചപ്പുല്ലിനെ തീപിടിപ്പിക്കും പോരാട്ടമാണ് യൂറോ കപ്പിന്റെ 1-ാം സെമി. ഇത്തവണത്തെ യൂറോയിൽ സമ്പൂർണ്ണ ജയമുള്ള ഒരേയൊരു ടീമാണ് സ്പെയിൻ. ക്വാർട്ടറിൽ ആതിഥേയരായ ജർമ്മനിയെ വീഴ്ത്തിയതിന്റെ ആത്മവിശ്വാസവും സ്പാനിഷ് അർമാഡകൾക്കുണ്ട്. എന്നാൽ മധ്യനിര നിയന്ത്രിച്ചിരുന്ന പെഡ്രി പരിക്കേറ്റ് പുറത്തായത് ക്ഷീണമാകും. ഫ്രാൻസ് അവസാന 4ലേക്ക് എത്തിയത് തപ്പിത്തടഞ്ഞായിരുന്നു. 5 മത്സരങ്ങളിൽ ഓപ്പൺ പ്ലേയിൽ നിന്ന് ഇതുവരെ ഒറ്റ ഗോൾ പോലും നേടാനായിട്ടില്ല ഫ്രാൻസിന്റെ പേരുകേട്ട മുൻനിരയ്ക്ക്. 2 തവണ സെൽഫ് ഗോളിൽ ജയിച്ചപ്പോൾ ക്വാർട്ടർ കടന്നത് പോർച്ചുഗലിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ച്. 1984-ൽ ആദ്യമായി യൂറോ കപ്പ് നേടിയതും 2021-ൽ നേഷൻസ് ലീഗ് കിരീടം നേടിയതും സ്പെയിനെ തോൽപ്പിച്ചെന്ന ചരിത്രം ഫ്രാൻസിന് ആത്മവിശ്വാസം നൽകും. എന്നാൽ നേർക്കുനേർ കണക്കുകളിലെ മുൻതൂക്കവും സമീപകാല ഫോമിലും സ്പെയിൻ പ്രതീക്ഷ വയ്ക്കുന്നു. സ്പോർട്സ് ഡെസ്ക് 24. കോപ്പ അമേരിക്കയിൽ ഫൈനൽ ലക്ഷ്യമിട്ട് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ഇറങ്ങും. ഇന്ത്യൻ സമയം പുലർച്ചെ 5:30 നടക്കുന്ന മത്സരത്തിൽ കാനഡയാണ് അർജന്റീനയുടെ എതിരാളികൾ. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.